കണ്ണിലായിരം മെഴുതിടുന്നപ്പോ മെല്ലെ വന്നു ചിരിമലരാദ്യമേകവേ നിൻ ശിശിരങ്ങളിൽ പെയ്ത പുഴവേളയിൽ ഞാൻ മഴവില്ലിനിഴലായി മാറി മിന്നൽ കച്ചെന്നും താരം പോലെ എന്നിൽ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ പൂങ്കാറ്റുപോൾ നിന്നുള്ളിലെ പൂച്ചില്ല തേടുന്ന ഞാനിത കിളിപ്പാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോന്നുന്ന നിന്നോക്കുപോലെ അതിലോലം അനുരാഗം തീർപ്പാടിയ കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു മാനവും മേഘവും പോലെ ഓണവും തീരവും പോലെ ഒരു ജന്മം ഒന്നായി ചേരാൻ തീരുന്നു പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എന്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നോ പൗർണമി തിങ്കൾ വന്നു തെളിഞ്ഞു രാവുമുണർന്നു മൃദുസ്മേര നാടാടി എല്ലാം മറന്നപ്പോൾ നീ ചൊല്ലി മലരും മധുവും പോലെ
2 വയസ്സ് മാത്രം പ്രായമുള്ള അഥർവ് എന്ന കുട്ടിയുടെ നടക്കാൻ വേണ്ടിയുള്ള ആ കൊച്ചുമകന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങാണ് ഈ ഹൈക്കോടതി ജംഗ്ഷനിൽ നടക്കുന്ന ഈ എളിയ കലാവിരുന്ന്. ഈ കലാവിരുന്നിൽ ഞങ്ങളുടെ പ്രിയ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു ചെറിയ സഹായമാണ് ആ കുടുംബത്തിന് ഒരു വലിയ സഹായമായിട്ട് മാറുന്നത്. നിങ്ങളെവരുടെയും ഓർമ്മപ്പെടുത്തൽ ഇനിയും ഓരോ കാലം കഴിയുന്നതോറും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും. ഇതിന് 2 വാക്ക് പറയുന്നതിനായിട്ട് മുളവാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS അക്ബർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാൻകുമാർ അടക്കമുള്ള ഇന്നിവിടെ എൻ്റെ മുളവാട് കരയിലെ ഒരുപാട് കനവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തകർ ഇന്നിവിടെ നമുക്കറിയാം അഥർവ് എന്ന ആ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് അതെൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയെ ചെറായി കെട്ടിച്ചിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ കൊച്ചിൻ്റെ ഈ സുഖമില്ലാതെ വന്നതിൻ്റെ അവസ്ഥയിൽ ഒരു അപൂർവ രോഗമാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. 15 കോടിയിൽ പരം രൂപ ആ കുട്ടിയുടെ ചികിത്സക്കായി വരും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ ഇതേപോലുള്ള ഒരുപാട് ഇതേപോലുള്ള ചികിത്സാ സഹായങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ നാട്ടുകാർ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗൾഫിൽ ഒരു വധശിക്ഷയ്ക്ക് വിധേയമായ ഒരു വ്യക്തിയെ നമുക്കറിയാം, അന്ന് കോടികളാണ് അതിന് നിസ്സാര ദിവസം കൊണ്ട് നമുക്ക് പിരിച്ചെടുക്കുകയും ആ വധശിക്ഷയിൽ നിന്നും മുക്തരാക്കുകയും ചെയ്ത നമ്മുടെ കൈകോർത്ത നാടാണ് നമ്മുടെ ഈ നാട്. ഒരുപാട് ഇതേപോലുള്ള നമുക്കറിയാം, മുളകുപാടാണെങ്കിൽ പോലും വൃക്ക സംബന്ധമായിട്ടും ക്യാൻസർ രോഗം കൊണ്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ ഇതേപോലെ സഹായിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുഞ്ഞിനെ നമ്മൾ ഈ ഇതിലെ പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി സഹായിച്ചാൽ നിസ്സാര കാശേ നമുക്ക് സഹായം പോകുന്നുള്ളൂ. പക്ഷേ ആ കുടുംബത്തിന് കിട്ടുന്നത് വലിയ ഒരു ആശ്വാസവും ഒരു ജീവനുമാണ്. അത് നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണുക. നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഇവിടെ പാടുകയും നമ്മളുടെ കനവിൻ്റെ പ്രവർത്തകരും മറ്റു നാട്ടുകാരും ഒക്കെ കൂടി നിങ്ങളുടെ മുമ്പിൽ ആ ബക്കറ്റായി വരുമ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാവുന്നത്. അതൊരു ദൈവ അനുഗ്രഹമായി നിങ്ങൾക്കത് മാറും. നാളെ നമ്മളിലായിരിക്കാണ് എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം സഹായിച്ചാൽ അതെന്നും നമുക്ക് അതൊരു ഗുണമായി, അത് നമുക്കൊരു തുണയായി ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അകമഴിഞ്ഞ് ഒന്ന് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ ഈ ഭാരവാഹികളെ എല്ലാവരെയും, അതടക്കമുള്ള ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए।
हमको तरसाए, ऐसा कोई साथी है, ऐसा कोई प्रेमी है, प्यास दिल की बुझा जाए, नीले नीले आंखों पर चांद जब आए, प्यार बरसाए, हमको तरसाए। जब झूलता है अंबर को प्यासा प्यासा अंबर, जब झूलता है जागर को जब झूलता है अंबर को प्यासा प्यासा अंबर, जब झूलता है जागर को प्यार से कसने को बाहों में बसाने को दिल में ललचाए कोई तो आ जाए। ऐसा कोई साथी है, ऐसा कोई प्रेमी है, प्यास दिल की बुझा जाए, नीले नीले अंबर पे चांद आए, प्यार बरसाए, हमको तरसाए। കവിത വിരിഞ്ഞ
വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈകണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ തനതിന്ന താനതിന്ന തിന്നോ താനിന്ന താനതിന്ന താതിന്നോ തനതിന്ന തനതിന്ന തിന്നോ താനതിന്ന താനതിന്ന താതിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ. ഈ അദർവിൻ്റെ ചികിത്സ സഹായം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 15 കോടി രൂപയാണ് ആവശ്യം വരുന്നത്. നമ്മളുടെ കയ്യിലുള്ള ചെറിയൊരു സംഖ്യ നമ്മൾ കൊടുത്താൽ അത് വലിയ ഒരു കാര്യമായി വലിയൊരു ജീവൻ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാറാൻ കഴിയും. വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ വേറെ കമ്മീഷനോ ഒന്നുമില്ല. ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, പരമാവധി സഹായം നിങ്ങൾ ആ കൊച്ചിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പുഷ്പകാലമോ മുന്തിരി ചൊടികൾ വിടർന്നു എന്നതിൻ മന്ദഹൃദത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂ. ഇടം കൈ നിന്റെ ഇടം കൈ എന്റെ വിടർന്ന മാറിലെ പടരുന്ന പൂവല്ലിയാക്കൂ പൂവല്ലിയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പൂങ്കൊടി അഴകിൻ പൂങ്കൊടി ആരുണി 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 റംസാനിലെ ചന്ദ്രികയോ. സഹായത്തിന് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഈ നടന്നിട്ടുള്ള ഈ കലാവിരുന്ന് നമ്മളെ കഴിയാവുന്നതുപോലെ ഒരുപാട് പേർ സഹായിക്കുന്നുണ്ട്, ഇനിയും സഹായിക്കും. അതേപോലെ നമ്മുടെ ഇവിടെ കണ്ടുവെന്ന് വെച്ചാൽ നിഷാദ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടുപാടിയാണെങ്കിലും ഞാനിന്നെൻ്റെ ഇത് കൂടുകയാണ് എന്ന് പറയാം. എവിടെയും ശ്രദ്ധ. ഇനിയും ഞങ്ങൾ ഓരോ പാട്ട് കഴിയും തോറും പറയും, നിങ്ങളാൽ കഴിയുന്നത് പോലെ അദർവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു കൈത്താങ്ങ് ആകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் யாத்திரிகள் வந்துவிட்டார் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் யாத்திரிகள் வந்துவிட்டார் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் யாத்திரிகள் வந்துவிட்டார் காத்திரங்கள் ஓடிவிடும் காலம் சல்லாத காலம் உலகம் உல்லாச கோலம் இளமை ரத்தங்கள் ஊரும் உடலில் ஆனந்தம் ஏறும் இன்றும் என்றும் இன்பமயம் தித்திக்க தித்திக்க பேசிக்கொண்டு திக்குகையத்திலும் ஓடிக்கொண்டு வரவை மறந்து செலவு செய்து உயர பறந்து கொண்டாடோ எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் யாத்திரைகள் வந்துவிட்டார் சாத்திரங்கள் ஓடிவிடும் காலை ஜப்பான் காஃபி மாலை நியூயார்க்